C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. Congrats, Adi. Thank you. Happy birthday, Thanks, Acha. Mole. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. അമ്മേ, ഫംഗ്ഷനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നിന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ ഭംഗിയാക്കുന്ന എനിക്ക് അറിയാലോ. എന്തു പറ്റി വസു? ഐശ്വര്യ, ഈ ഡാർക്ക് ഷെയ്ഡ്സ് കർട്ടൻസ് ഇവിടെ ഇടാൻ ആരാ പറഞ്ഞത്? വസുന്ധരയ്ക്കുള്ള ഒരേ ഒരു കുഴപ്പമായി ഈ മുൻകോപം. ഇനി ഇതിന്റെ പേരിൽ എല്ലാവരും ഒന്ന് വിറപ്പിക്കും. ഈ വീട്ടിൽ ഒരിടത്തും കറുത്ത നിറങ്ങൾ പാടില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. വസു, ഇതിപ്പോ തന്നെ മാറ്റിയേക്കാം. ഇതൊന്നും പാടില്ലെന്ന് ഞാൻ പറയുന്നത് എന്റെ ഇഷ്ടക്കേട് കൊണ്ടല്ലോ. അകിക്ക് കറുത്ത നിറങ്ങളൊന്നും ഇഷ്ടമല്ലാത്തോണ്ടാ. വസു, ഇവിടെ ഒരു ആഘോഷം നടക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. താൻ വെറുതെ ദേഷ്യപ്പെട്ട് മൂട് കളയരുത്. എന്താഘോഷാണെങ്കിലും അഖിലിന്റെ കാര്യത്തിൽ അമ്മയായി ഞാൻ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് പോലും അഖിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അതൊക്കെ ഇനി ഇവര് ശ്രദ്ധിച്ചോളും. ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ സാർ. നമ്മുടെ ടെക്നീഷ്യൻ അവിടെ. വിളിക്കാം. രാജാ, അകത്തൊരു കണക്ഷൻ കട്ടായി കിടക്കായിരുന്നു. നോക്കിയില്ലായിരുന്നോ? ഞാനത് ശ്രദ്ധിച്ചില്ല സാർ. ഇടതുവശത്തെ ബെൽറ്റ് ഓടുന്ന ഷാഫ്റ്റിന് ഒരു ഇളക്കമുണ്ട്. പുതിയ മെഷീന് കൊട്ടേഷൻ എടുക്കണം. ഓക്കെ സാർ. കുറച്ച് നാളിത് ഓടിക്കാം. ഓക്കെ സാർ. ഓക്കെ. അതിനു മുമ്പ് മെഷീൻ വാങ്ങണം. ഷുവർ. ഒന്ന് ഉണക്കി നോക്ക്. ശരി സാർ. ശരി. ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ സാർ. ജോലി എടുക്കട്ടെ. കറണ്ട് പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? കറണ്ട് ജനറേറ്റർ ഒന്ന് ഓണാക്കിയേ. അഖിലേ, എന്നെ തടഞ്ഞാൽ നിങ്ങളുടെ നഷ്ടം കൂടും. അയ്യോ, ചേച്ചി കൊണ്ടുപോകല്ലേ, ചേച്ചി കൊണ്ടുപോകല്ലേ, അയ്യോ ചേച്ചി കൊണ്ടുപോകല്ലേ. അവളോട് ഞങ്ങളെ അനുസരിച്ച് കൂടെ വരാൻ പറ. അല്ലെങ്കിൽ ബലമായി കൊണ്ടുപോവാൻ എനിക്ക് ആളെ വിളിക്കേണ്ടി വരും. വാതിൽ പൂട്ടി അകത്തിരുന്ന അവള് രക്ഷപ്പെടില്ല. മമ്മി, നമ്മുടെ ആൾക്കാരെ വിളിക്ക്. അവരിവിടെ വന്ന് ഒരു വിളയാട്ട് നടത്തി അവളെ കൊണ്ടുവന്നോളും. അയ്യോ, എന്റെ മോളെ ഉപദ്രവിക്കരുത്. കണ്ണു, നീ കൂടെ ഇല്ലാതെ ഞാൻ എങ്ങനെ പോവും? മോളെ, നീ ഇവിടെ എന്തെടുക്ക? എന്റെ ശക്തിയും ധൈര്യവും നീയാ. നീ എന്താ ഞങ്ങളെ കളിയാക്കാണോ? മര്യാദയ്ക്ക് എന്റെ കൂടെ വാടി.
നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് വരണമെന്ന് എഗ്രിമെന്റിലില്ല. അതുകൊണ്ട് എന്റെ കൂടെ അപ്പവും ഉണ്ടാവും. ആ അച്ഛാ, ബ്ലഡ് കൊടുത്തതിന്റെ ക്ഷീണം മാറാൻ വേണ്ടി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അരമണിക്കൂർ താമസിച്ചാലും കുഴപ്പമില്ല. എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് കംഫർട്ടായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ മതി. ഞാൻ അമ്മയിലേക്ക് കൊടുക്കാം. ദാ ആനന്ദ, നിങ്ങളല്ലോ എന്താ എത്ര താമസിക്കുന്നേ? അമ്മ ഇങ്ങനെ പാനിക് ആവാതെ. അഖിലിന് ഒന്നും പറ്റിയിട്ടില്ല. ഏട്ടാ ഞാൻ സംസാരിക്കാം. ആ, ഞാൻ അഖിലിന് കൊടുക്കാം. അമ്മയുടെ കാര്യം. അമ്മേ, അമ്മേ. മോനെ അഖി, നിനക്കൊരു കുഴപ്പമില്ലല്ലോ അല്ലേ? അമ്മ ടെൻഷൻ ആവണ്ട, എനിക്ക് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ഞാനിവിടെ ഉള്ളപ്പോ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല അല്ലേ? നീ ഒന്ന് വേഗം വാ അഖി. 3 ദിവസമായില്ലേ അമ്മ നിന്നെ നേരിട്ടൊന്ന് കണ്ടിട്ട്. ദേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക. എനിക്ക് അമ്മയെ കാണാൻ കൊതിയായി. വേഗം വാ. ഇപ്പൊ സമാധാനമായല്ലോ. അവന്റെ ശബ്ദം ഒന്ന് കേട്ടപ്പോഴാ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയേ. ഓക്കെ ഓക്കെ. അമ്മ, മ്യൂസിക് ടീം ഉടനെ എത്തും. ഇന്ന് പ്രോഗ്രാം നടത്താൻ പോകുന്ന അരുന്ധതി ദേവി എന്റെ ഫ്രണ്ടും ക്ലാസ്മേറ്റുമാ. ആ പരിഗണന അവർക്ക് കൊടുക്കണം. അവര് പറഞ്ഞതുപോലെ സ്റ്റേജും മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ അവരുടെ ടീമാ ചെയ്യുന്നത്. അരുന്ധതി ദേവിയുടെ മകൾ വിസ്മയാണ് ഇന്നത്തെ മ്യൂസിക് പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത്. കൃഷ്ണനെ കുറിച്ച് വിസ്മയ പാടിയിട്ടുള്ള പാട്ടുകള് അഖിയുടെ ഫേവറേറ്റാ. അവൻ ഇഷ്ടപ്പെടുന്ന ശബ്ദത്തിന്റെ ഉടമ ഇന്ന് അവന്റെ മുമ്പിൽ നിന്ന് പാടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.